വെൽക്കം ബാക്ക് ടു ഷെഹനാസ് ഇൻ വണ്ടർലാൻഡ്. സോറി, ഇന്നലെ സൺഡേ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ബിസി ആയിപ്പോയി, കുറച്ച് മൂഡില്ലായിരുന്നു. അപ്പോൾ ടുഡേ ഐ എം ബാക്ക് അഗെയിൻ വിത്ത് യു ഓൾ ടു ടോക്ക് അബൌട്ട് മൈ ബുക്സ്, അബൌട്ട് മൈ റീഡിങ് ഹാബിറ്റ്സ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഞാൻ പട്ന ഡേയ്സ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഞാൻ എൻ്റെ ധൻബാദ് ഡേയ്സാണ് പറയാൻ പോകുന്നത്. ധൻബാദ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അപ് ടു 8th 9th അപ് ടു 9th തുടങ്ങിയാണല്ലോ അങ്ങോട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ പപ്പ പട്നയിലായിരുന്നു വർക്ക് ചെയ്തത്, മമ്മി ധൻബാദിൽ. ഞങ്ങൾ ധൻബാദ് സ്കൂളിലായിരുന്നു, മൗണ്ട് കാർമൽ സ്കൂളിൽ ഞാൻ. അപ്പോൾ പപ്പ ഇടയ്ക്ക് 2-3 വീക്സ് കൂടുമ്പോൾ വരിക. രാത്രി പാട്ലിപുത്ര എക്സ്പ്രസ് ഉണ്ട്, രാത്രി കയറിയാൽ രാവിലെ പുലർച്ചയ്ക്ക് ധൻബാദ് എത്തും. അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ ഏറ്റവും മെയിൻ അറിയാം, ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ചോക്ലേറ്റ്സോ ലേസോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് പപ്പാക്ക് ഒരു ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. ആ ബ്രീഫ് കേസിലായിരുന്നു എൻ്റെ വേൾഡിൻ്റെ എല്ലാ ന്യൂസ് കിട്ടുന്ന സംഗതികൾ. എന്താ വെച്ചാൽ പപ്പൻ്റെ ബ്രീഫ് കേസ് തുറന്നാൽ ഫിലിം ഫെയർ, സ്റ്റാർ ആൻഡ് സ്റ്റൈൽ, ഇലസ്ട്രേറ്റഡ് വീക്ക്ലി, റീഡേഴ്സ് ഡൈജസ്റ്റ്, അത് കിട്ടാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇംപേഷ്യൻ്റ്ലി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഭയങ്കര രസമായിരുന്നു. വന്നപാട് തന്നെ അത് തുറന്നിട്ട് അങ്ങനെ വായിക്കാൻ തുടങ്ങും. നമുക്ക് വേറെ അന്നേരം ടി വി ഇല്ല, ഗൂഗിളില്ല, ആകെയുള്ളൊരു റേഡിയോ ആണ്. അപ്പോൾ ഔട്ട്സൈഡ് വേൾഡിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസ്, സിനിമാ വേൾഡിനെ പറ്റി എല്ലാ ഇൻഫർമേഷൻസൊക്കെ കിട്ടുന്ന ഇതിൽ കൂടിയാണ്. ഭയങ്കര രസമായിരുന്നു അതൊക്കെ വായിക്കാൻ. അത് പിന്നെയും വായിക്കും, വായിച്ചത് തന്നെ വായിക്കും. അത് അങ്ങനെ. പിന്നെ എനിക്ക് തോന്നുന്നു 6th or 7th ഞാൻ എനിഡ് ബ്ലൈറ്റൺ ബുക്സ് വായിക്കാൻ തുടങ്ങിയത്. എനിഡ് ബ്ലൈറ്റൺ ബുക്സ് വായിച്ച ആൾക്കാർക്കേ അറിയുള്ളൂ അതിൻ്റെ ഒരു ക്രേസ്. അത് ഭയങ്കര വായനയായിരുന്നു. അത് വായിച്ചുകൊണ്ടിങ്ങനെ എല്ലാ ബുക്സ് വായിക്കും. എൻ്റെ ബ്രദറാണെങ്കിൽ ഹാർഡി ബോയ്സ്. അപ്പോൾ ബർത്ത്ഡേസിന് എൻ്റെ ബ്രദർ എനിക്കും ഗിഫ്റ്റ് തരുന്ന ഇതാണ് ബുക്സ്. പിന്നെ പേരൻസ് അങ്ങനെ തന്നെ ഗിഫ്റ്റ്സ് തരുന്നത് ബുക്സാണ്. എപ്പോഴെങ്കിലൊക്കെയാണ് ഗിഫ്റ്റ്സ്, ഇപ്പോഴത്തെ പോലെ ഗിഫ്റ്റൊന്നും എപ്പോഴും ഉള്ളതല്ല. പക്ഷെ ബുക്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വായിച്ച് ആ ബോർഡിംഗ് ഡേയ്സ്, എനിഡ് ബ്ലൈറ്റൺ ബുക്സ് വായിച്ച എല്ലാവർക്കും അറിയാമല്ലോ. ബോർഡിംഗ് ഡേയ്സ്, സ്കൂൾ ഡേയ്സ്, അഡ്വെഞ്ചറസ് ഔട്ട്സൈഡ് പിക്നിക്സ്, അതൊക്കെ വായിക്കാൻ ഭയങ്കര രസമായിരുന്നല്ലോ. ഞങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ മൊബൈൽ നോക്കിയിട്ടല്ല ഫുഡ് കഴിക്കുക. അന്ന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലൊരു ബുക്ക് ഉണ്ടാവും. ഞാനും എൻ്റെ ബ്രദറും അങ്ങനെ തന്നെ റൈറ്റ് ഹാൻഡ് കൊണ്ട് കഴിക്കും. അത് കഴിക്കുന്നത് ശരിയല്ല, അത് തെറ്റാണ്. പക്ഷെ അങ്ങനെയായിരുന്നു വെച്ചാൽ അത് ഭയങ്കര റീഡിങ് എന്ന് പറഞ്ഞാൽ വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് തീരുന്ന വേറെ ഒന്നും തലയിൽ കയറില്ല. അങ്ങനെയായിരുന്നു. എനിഡ് ബ്ലൈറ്റൺ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അഗത്ത ക്രിസ്റ്റിയിലേക്ക് ചാടി. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിഡ് ബ്ലൈറ്റൺ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഗത്ത ക്രിസ്റ്റി വായിക്കും. പിന്നെ കുറച്ചും കൂടി വലുതായപ്പോൾ അലിസ്റ്റർ മക്ലീൻ, എല്ലാം നല്ല രസമായിരുന്നു വായിക്കാൻ. 9th 10th ബോർഡിംഗ് ഡേയ്സ് വന്നപ്പോൾ അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും വായിക്കുന്ന ആ ഒരു ടീനേജ് ഏജിലേക്ക് എത്തിയല്ലോ, സ്റ്റാർട്ടിങ് ടീനേജ്. അപ്പോൾ മിൽസൺ ബൂൺ ബുക്സ്, അത് വലിയ ലിറ്റററി ബുക്കൊന്നും അല്ല, എന്നാലും ഭയങ്കര അതൊരു അഡിക്ഷനായിരുന്നു. ബുക്സ് എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ വായിച്ച് അത് നല്ല രസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്യും. തുമ്ഹാരെ ബാദ് മേരാ നമ്പർ ഹേ, തും മുझे देना, എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് അത് ബുക്ക് ചെയ്ത് വെക്കും. അതിൻ്റെ മെയിൻ ഒരു ഫോർമുലയേ ഉള്ളൂ മിൽസൺ ബൂൺ ബുക്സിൽ. ബോയിലുള്ള മാൻ ഒരു ഡ്യൂക്കോ ലോർഡോ പ്രിൻസോ ആയിരിക്കും, ഭയങ്കര റിച്ച് ആയിരിക്കും, ഭയങ്കര ഹാൻസം ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഗേൾ ആണെങ്കിൽ ഒരു കോമൺ ഗേൾ ആയിരിക്കും, പക്ഷെ ഭയങ്കര ടാലൻറ്റഡ് ആയിരിക്കും. ഏജ് ഡിഫറൻസ് കുറേ ഉണ്ടാവും. എന്നുവെച്ചാൽ ആദ്യം ഒരു ഉടക്കും, പിന്നെ ഒരു ഇഷ്ടമാവും, റൊമാൻസ് തുടങ്ങും. അതായിരുന്നു അതിൻ്റെ ഫോർമുല. എല്ലാ ബുക്സ് സെയിം ഫോർമുല ആണെങ്കിലും നമുക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ഈ സ്റ്റഡി ടൈമിലൊക്കെ ചിലപ്പോൾ ബുക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊക്കെ വായിക്കും. അതൊന്നും ശരിയല്ല കേട്ടോ, ഞാൻ പറയുന്നത് ശരിയായതുകൊണ്ടല്ല, നമ്മൾ ചെയ്യുന്നത് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് 5 പേജസ് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ദേഷ്യം. അത് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് വായിക്കണം. അങ്ങനെയായിരുന്നു. അങ്ങനെ ആ മിൽസൺ ബൂൺ ഏജ് കഴിഞ്ഞ് പിന്നെ ഞാൻ വീക്കെൻഡ്സിൽ ചിലപ്പോൾ പപ്പാനെ കൂട്ടിക്കൊണ്ടു. പപ്പ ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ പപ്പ താമസിക്കുന്ന സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവിടെ ഞാൻ ബുക്സ് കാണും. പപ്പ വായിക്കുമായിരുന്നു നല്ലോണം.
ഏതെങ്കിലും എനിക്ക് വായിക്കാൻ പറ്റുന്ന ബുക്സൊക്കെ ഞാൻ വായിക്കും. അങ്ങനെ ഹെറോൾഡ് റോബിൻസ് ഉണ്ടായിരുന്നു അവിടെ. ഞാനത് എടുത്ത് ഏത് ബുക്സ് കണ്ടാലും വായിക്കാൻ ഇഷ്ടമുണ്ടാവും. ഇപ്പോഴത്തെ ആ മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനത് എടുത്തപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞ്, മോളെ ഇത് 10th കഴിഞ്ഞ് കോളേജ് എത്തുമ്പോൾ വായിച്ചാൽ മതി. അന്ന് കോളേജാണല്ലോ, +1 +2 ഇല്ലല്ലോ. അപ്പോൾ അറിയാലോ, ക്യൂരിയോസിറ്റി റൈസസ്. വായിക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കണം. അതാണല്ലോ ഒരു ചൈൽഡിൻ്റെ സൈക്കോളജി. പാടില്ല, അതൊക്കെ തെറ്റാ. പക്ഷേ ഞാൻ വായിച്ച്. അന്നൊക്കെ കുറേ മനസ്സിലായിട്ടില്ലെങ്കിലും പിന്നെ ഹെറോൾഡ് റോബിൻസിൻ്റെ കുറേ ബുക്സ് വായിച്ച്. സ്റ്റോൺ ഫോർ ഡാനി ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെയും പിന്നെയും വായിച്ച്. അങ്ങനെ പിന്നെ ആർത്തർ ഹെയ്ലീൻ്റെ റൂട്ട്സ് വായിച്ച്. അതൊക്കെ പിന്നെയും കുറേ വായിച്ച് പിന്നെയും പിന്നെയും വായിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് വന്നു ശരിക്കും. റീഡിങ് ഹാബിറ്റ്സ് ഭയങ്കര രസമായിരുന്നു. നമുക്ക് വായിക്കുമ്പോൾ കുറേ ഇമാജിൻ ചെയ്യുക അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ മാരേജൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ബിസി ആയിപ്പോയല്ലോ. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ വായനയൊക്കെ കുറേ കുറഞ്ഞ്. പിന്നെ എന്നെ സലീംക്ക ഇവിടെ സെൻട്രൽ ലൈബ്രറിയിൽ ഒരു കാർഡൊക്കെ ഉണ്ടായിരുന്നു. മാരേജ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ബുക്സൊക്കെ മേടിച്ച് അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരും. എനിക്ക് അരുന്ധതി റോയിൻ്റെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അത് ഞാൻ കുറേ പ്രാവശ്യം വായിച്ചു. അന്നേരമൊക്കെ കുറച്ച് ക്രേസ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ വലുതായി കഴിഞ്ഞപ്പോൾ അവർ മമ്മി സോഷ്യൽ മീഡിയ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ചേതൻ ഭഗത്തിൻ്റെ കുറേ ബുക്സ് മേടിച്ചു തന്ന്. അതൊക്കെ കുറേ വായിച്ചു. കുറേ ബുക്സൊക്കെ അവർ മേടിച്ചു തന്നിട്ടുണ്ട് അത് വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ആദ്യത്തെ ക്രേസ് ഇല്ല. പിന്നെ ഈ 10th സ്റ്റാൻഡേർഡ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഹിന്ദി പൈങ്കിളി നോവൽസ് കുറച്ച് വായിച്ച്. അതെൻ്റെ ഫാദറിന് തീരെ ഇഷ്ടമില്ലായിരുന്നു. അത് ഞാൻ ഒളിപ്പിച്ചിട്ടാണ് വായിക്കുക. അജ്നബി അങ്ങനത്തെ കുറേ ഹിന്ദി ബുക്സാണ്. അതൊക്കെ വായിച്ചു. അങ്ങനെ അതൊക്കെ വായിച്ച് അതൊക്കെയായിരുന്നു എൻ്റെ ബുക്സിൻ്റെ ലൈഫ്. ഹോപ്പ് യു ലൈക്ക് ദ ജേർണി ഓഫ് ബുക്സ് ത്രൂ മൈ ലൈഫ്. അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ആദ്യമൊക്കെ മാഗസീൻസൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ അത് സ്ലോ ആയി വന്ന് ഇപ്പം പിന്നെ നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും വായിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിന് ഒരു മൂഡും ഇല്ല. അങ്ങനെ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് എപ്പിസോഡ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ. സ്റ്റാർട്ട് റീഡിങ് ഇഫ് യു ലൈക്ക്. എപ്പോഴും ഞാൻ പറയാൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്. എപ്പോഴും മറന്നു. എന്നാലും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നത് താങ്ക്സ് എ ലോട്ട്. ഇനിയും ചെയ്യൂ. ഓക്കെ, ബൈ, എൻജോയ്.